ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 32. കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ നേച്ചർ മനസ്സിലാക്കാൻ ലാബുകളിൽ pH പേപ്പർ, ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലിൻ എന്നിങ്ങനെ ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളും നമുക്ക് ഇത്തരത്തില് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്ററിന്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ചെയ്ത് മനസ്സിലാക്കാം. നമ്മൾ പച്ചക്കറിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഡ് ക്യാബേജ് ഞാൻ എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇവ ഒരു ബീക്കർ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ റെഡ് ക്യാബേജ് ജ്യൂസ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഈ ജ്യൂസ് ഞാൻ മറ്റൊരു ജാറിലേക്ക് എടുത്ത ശേഷം വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളർ റേഞ്ച് തരുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിനാഗിരി, സോപ്പ് വെള്ളം, ടാപ്പ് വാട്ടർ എന്നിങ്ങനെയുള്ള ഒരു 6 സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും നമ്മുടെ റെഡ് ക്യാബേജ് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ആഡ് ചെയ്ത് നോക്കാം. റെഡ് ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസൈനിൻ എന്ന പിഗ്മെന്റ് ആണ് ഇവിടെ നാച്ചുറൽ ഇൻഡിക്കേറ്ററായി വർക്ക് ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡ് മുതൽ സ്ട്രോങ് ബേസ് വരെയുള്ള സബ്സ്റ്റൻസുകൾക്ക് നമുക്ക് റെഡ് ടു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു വൈറ്റ് കളർ റേഞ്ച് തരാൻ ഈ ഒരു പിഗ്മെന്റിന് സാധിക്കും.